ഹലോ ഫ്രണ്ട്സ്, നരച്ച മുടി കറുപ്പിക്കുന്നതിനായിട്ട് പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? എന്നാൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുടി സമൃദ്ധമായി വളരാനും മുടി കൊഴിച്ചിൽ മാറ്റാനും മുടി കറുപ്പിക്കാനായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിൽ പലർക്കും പല സാഹചര്യങ്ങൾ കൊണ്ട് മുടി കൊഴിച്ചിലും മുടി പൊട്ടിപ്പോലും താരനും അങ്ങനെ പലവിധ പ്രശ്നങ്ങളുണ്ടാവാറില്ലേ? ഇതെല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുത്ത് മുടി സമൃദ്ധമായി വളരാനുള്ള നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ. നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോഴത്തന്നെ നിങ്ങൾക്ക് റിസൾട്ട് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉലുവയാണ്. അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം. അപ്പോൾ ഒന്ന് നമുക്ക് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുതിർത്തിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ അരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് സോഫ്റ്റായി വരുള്ളൂ. അപ്പോൾ നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് ഈ ഉലുവ. ഉണ്ടോ, നല്ല സോഫ്റ്റ്. നമ്മൾ അരച്ച് തൊടുമ്പോൾ തന്നെ അറിയാം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ടത് ഒരു 5 തണ്ട് കറിവേപ്പില എടുക്കുന്നുണ്ട്. നമ്മൾ നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുക കേട്ടോ. കഴുകി വൃത്തിയാക്കി, ചിലപ്പോൾ പ്രാണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് പേര ഇലയാണ് വേണ്ടത്. തളിര ഇല തന്നെ എടുക്കുക കേട്ടോ. നമ്മൾ ഒരുപാട് മൂത്ത് പോയാൽ എടുക്കരുത്. തളിര ഇല എടുക്കുന്നതാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും ഗുണം ചെയ്യുക. കുതിർത്തിയെടുത്തിട്ടുള്ള ഉലുവയും അതിൻ്റെ കൂടെ പേരയില, കറിവേപ്പില, ഇത് 3 നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉലുവ ചേർത്തുമ്പോൾ ഉലുവ മാത്രമേ ചേർത്തുന്നുള്ളൂ, അതിൻ്റെ വെള്ളം ചേർത്തുന്നില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാണ്ട് ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ഇത് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കേട്ടോ. കഞ്ഞിവെള്ളം നിങ്ങൾ എന്തായാലും തലേ ദിവസത്തെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് അത് നിങ്ങൾ ഈ ഒരു പാക്കിലേക്ക് യൂസ് ചെയ്യാം. വെള്ളത്തിന് പകരം ഞാൻ കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കഞ്ഞിവെള്ളം തേച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടിയിലുണ്ടാകുന്ന താരൻ പോകാനും അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആവാനും മുടി സ്ട്രോങ് ആയിട്ട് വളരാനും നല്ല തിക്കായിട്ട് വളരാനൊക്കെ കഞ്ഞിവെള്ളം ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അരച്ചെടുക്കുന്ന 4ഉം നമുക്ക് മുടിയുടെ ആരോഗ്യത്തിന് അത്രയധികം വേണ്ടപ്പെട്ട ഒന്നാണ്. അപ്പോൾ നല്ല സ്മൂത്താക്കി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയധികം നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കാം. അത് മിക്സി ജാറിലേക്ക് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ ബ്ലെൻഡ് ചെയ്താലും മുട്ട പെട്ടെന്ന് അതിൽ മിക്സായി വരണം എന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മിക്സി ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അത് ഒന്ന് ചൂടാവാത്ത രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നന്നായിട്ട് മിക്സായി വരും. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ചേർക്കണം. അപ്പോൾ ഈ മഞ്ഞയും കൂടി ചേർന്ന് കഴിഞ്ഞാലാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു തവണ തേക്കുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടി ഇതുപോലെ നിങ്ങൾ പാക്കാക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% റിസൾട്ട് പറയുന്നു. നല്ല മുടി നല്ല സോഫ്റ്റ് ആവും, മുടി പൊട്ടില്ല, മുടി കൊഴിച്ചിൽ മാറും, മുടി സമൃദ്ധമായിട്ട് വളരും ചെയ്യും. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് നോക്കുമ്പോൾ കണ്ടോ നല്ല തിക്ക് പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാക്കിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തലയിൽ തേക്കുന്ന ഏത് എണ്ണയാണോ അതും കൂടി ഒരല്പം ഒഴിക്കാവുന്നതാണ്. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് മുടിയിലേക്ക് മുഴുവനായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തലയോട്ടിയിലൊക്കെ നല്ലതുപോലെ അത് പിടിക്കുന്ന രീതിയിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തല ഒരല്പം കുനിച്ചിട്ട് മുടിയുടെ ബാക്കിലൊക്കെ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാക്ക് നിങ്ങൾ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും തലയിൽ വെക്കണം. 1 മണിക്കൂർ വെക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇത് നിങ്ങൾ ഷാമ്പു ഒന്നും ഉപയോഗിക്കാതെ, കണ്ടീഷണറോ ഷാമ്പു ഒന്നും ഉപയോഗിക്കാണ്ട് വേണം നിങ്ങളിത് വാഷ് ചെയ്ത് കളയാനായിട്ട്. ഷാമ്പൂവിൻ്റെയും കണ്ടീഷണറിൻ്റെയും എല്ലാ എഫക്റ്റും നമ്മൾ ഈ ചേർത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും, നല്ല സിൽക്കി ആയിട്ട് മാറും. മുടിയിലെ താരം പോയി മുടി സമൃദ്ധമായിട്ട് വളരാൻ ഈ ഒരു പാക്ക് മാത്രം മതി. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. കൂടുതൽ തവണ ഉപയോഗിക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ അത്രയും നല്ലത്. ഈ നരച്ച മുടി നമുക്ക് കറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹെയർ സിറമാണ് ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് വേണ്ടത് കുറച്ച് പേരയുടെ ഇലയാണ്. അത് തളിര ഇല തന്നെ എടുക്കട്ടോ. നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്യുമ്പോൾ ഇതില്ല എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഒരുപാട് ഇൻഫെക്ഷനും കാര്യങ്ങളും ഉണ്ടാക്കണം. അപ്പോൾ നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് അതിൻ്റെ തളിര ഇല മാത്രം എടുക്കുക കേട്ടോ. ഇത് ഒട്ടും മൂക്കാത്ത ഇലയാണ്, അപ്പോൾ അത് എടുക്കുന്നുണ്ട്. പിന്നെ ഇനി അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇലയാണ് കേട്ടോ. മൈലാഞ്ചി ഇലേൻ്റെ കൂടെ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് പൂവും കായും എല്ലാം കിട്ടും. അതിൽ നല്ലതുപോലെ കായ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കായ് നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. ഇതും കൂടി ചേർത്തുമ്പോൾ നമുക്ക് കൂടുതൽ ബെനിഫിറ്റാണ്. അപ്പോൾ അതിൻ്റെ അതുമുള്ള കായും ഞാൻ ചേർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങൾക്ക് ഫ്രഷായിട്ട് ഇതുപോലെ മൈലാഞ്ചി ഇല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഹെന്ന പൗഡർ യൂസ് ചെയ്താൽ മതി. അതിനേക്കാളും ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഫ്രഷായിട്ടുള്ള ഇലയാണ് കേട്ടോ.
ഇതിൻ്റെ തണ്ടോ നാരോ ഒന്നും പെടാണ്ട് ഇതിൻ്റെ ഇലകളും കായ്കളും മാത്രം നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ എന്താ ചേർക്കുന്നത് വെച്ചാൽ ഞാനൊരു സ്പൂണ് ഉലുവ എടുത്തിട്ട് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് കുതിർത്തി എടുക്കുന്നൊന്നുമില്ല കേട്ടോ. കഴുകിയിട്ട് നേരെ ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ കഴുകിയെടുത്ത വെള്ളം കളഞ്ഞതിന് ശേഷം ഞാൻ ഈ ഉലുവയും കൂടി ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്കത് പൊടിച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുന്നതിന് നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ വെള്ളം ചേർത്താണ് ഇപ്പോൾ അരച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്ത് നമ്മളിപ്പോൾ ചതച്ചിട്ടുള്ള എല്ലാം ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇരുമ്പിൻ്റെ ഇതുപോലത്തെ പാത്രം എടുക്കുക കേട്ടോ. ഒട്ടും തന്നെ എണ്ണമയം ഇല്ലാത്ത പാത്രം ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. എണ്ണമയം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ചായപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് 2 ടീസ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ എല്ലാ എസൻസ് ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ കുറച്ചൊരു പകുതി വേവായി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് 5-6 കുരുമുളക് ചേർത്തി കൊടുക്കാം. അത് മുഴുവനായിട്ട് തന്നെ ചേർത്തി കൊടുക്കാം. നമുക്ക് ജലദോഷമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്തുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷമുള്ളതാണ് കേട്ടോ ഇത്. ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ഒരു എസൻസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം. അതിൽ ഒട്ടും തരിയില്ലാത്ത രീതിയിൽ നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രമാക്കിയിട്ട് എടുക്കണം. ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സിറം നിങ്ങൾക്ക് നാച്ചുറലായിട്ട് മുടിയെ കറുപ്പിക്കാനുള്ള ഒരു സിറാണ് കേട്ടോ. ഇത് നിങ്ങൾ ദിവസവും കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഹെയറിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അതിന് ശേഷം കുളിക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം കുളിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങളുടെ ഗ്രേ കളർ ഹെയറിലൊരു കളർ ചേഞ്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഇനി തുടർച്ചയായിട്ട് നമ്മൾ ഒരാഴ്ച വരെ ഇത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി ശരിക്കും നാച്ചുറലായിട്ടുള്ള കറുപ്പിലേക്ക് വരും കേട്ടോ. അത് 100% ഉറപ്പുള്ളതെന്നാണ്. അപ്പോൾ നിങ്ങൾ ഒരു കെമിക്കലും ഇല്ലാത്ത ഈ ഒരു സിറം നിങ്ങൾ വീട്ടിൽ ചെയ്ത് വെക്കുക. എന്നിട്ട് ദിവസവും ഇത് അപ്ലൈ ചെയ്തിട്ട് കുളിക്കുകയും ചെയ്യാം. ഇത്രയും നരച്ചിട്ടുള്ള മുടിയാണെങ്കിലും തന്നെ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഈ ഒരു സിറം ഉപയോഗിച്ചുകൊണ്ട് മുടിയെ കറുപ്പിക്കാനായിട്ട് പറ്റും. ഒരു കെമിക്കലും ഇല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കുറച്ചധികം സമയമുണ്ടെങ്കിൽ 2 മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സിറം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മുടിയെ ഇൻസ്റ്റൻ്റായിട്ട് കറുപ്പിക്കാം കേട്ടോ. അതെങ്ങനെയെന്ന് നോക്കാം. ഇരുമ്പിൻ്റെ കടായി എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ സിറം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള അതേ സിറം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ സിറത്തിൽ നമ്മളുടെ ഹെന്നയുടെ നാച്ചുറലായിട്ടുള്ള എസൻസ് എല്ലാം ചേർന്നതുകൊണ്ട് തന്നെ നമ്മളിതിൽ ഹെന്ന പൗഡറൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ നീലാമരിയുടെ പൊടി മാത്രമാണ് എടുക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ഹെയറിലേക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. നമ്മുടെ മുടിയെ മുഴുവനായിട്ടും കറുപ്പിക്കാനായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിതിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്കത് കറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ഈ ഒരു സിറത്തിലേക്ക് നമ്മൾ നീലാമരീൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ചുകൂടി സിറം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. വേറെ വെള്ളമൊന്നും ചേർത്തുന്നില്ല. ഇതിൽ മാത്രമാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു പാക്കിലേക്ക് ഇനിയും നമ്മൾ വേറെ ഹെന്ന പൗഡർ ഒന്നും ചേർത്തുന്നില്ല. ഓൾറെഡി നമ്മൾ ഒഴിച്ചുള്ള സിറത്തിൽ എല്ലാതും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഞാനൊരു 10 മിനിറ്റ് ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സായി വരുന്നതിന് എല്ലാ അംശങ്ങളും അതായത് ഹെന്നയുടെ എല്ലാത്തിനും ഗുണങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തന്നെ നല്ലതുപോലെ കറുപ്പായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പാക്ക് നിങ്ങൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് മുടിയെ കറുപ്പിക്കാനായിട്ട് പറ്റും. ഒരുപാട് പ്രോസസ്സിലൂടെയാണ് സാധാരണ എണ്ണ അപ്ലൈ ചെയ്ത് പിന്നെ നമ്മൾ നീലാമ്പരി അപ്ലൈ ചെയ്ത് അങ്ങനെ നമുക്ക് ഒരുപാട് സമയം നമുക്കിത് പോകും. അപ്പോൾ ഇത് വെറും 2 മണിക്കൂർ മാത്രം മതി കേട്ടോ. നിങ്ങൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് നോക്കൂ. 100% ഞാൻ റിസൾട്ട് പറയുന്നു. ഞാൻ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നായതുകൊണ്ട് മാത്രമാണ് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഒരാഴ്ച നിങ്ങൾ ചെയ്തതിന് ശേഷം ഈ സിറം കേട്ടോ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള സിറം നിങ്ങൾ ഒരാഴ്ച ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടിന് ശേഷം നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയാനായിട്ട് വിട്ടുപോകരുതേ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.